എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ നോക്കുമ്പോ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് സീക്രട്ട് ഏജന്റ് മാർക്കോനെ കുറിച്ച് പറഞ്ഞതാണ് ഏറ്റവും വലിയ വിവാദം. ഞാൻ എന്താണാവോ ആ റിവ്യൂവിനകത്ത് പറഞ്ഞത്. എന്താ സംഭവം പറ്റുന്നറിയാമോ? നീ ഇങ്ങനെ ചോദിക്കുമ്പോ, എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുമ്പോ നിനക്കാണുള്ള എല്ലാത്തരെയും കിട്ടുക. ഉണ്ണിമുന്തൻ പടം വരുമ്പോഴത്തേക്ക് നല്ലത് മാത്രം പറഞ്ഞിട്ട് പോവും. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഇതാണ് പറയുന്നത്, എന്നെ വിശ്വസിക്കാൻ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞിട്ട് പോയാ പിന്നെ മക്കളെ വേറെ ലെവലിലായിരുന്നു. ഈ ഏജന്റിനെ കൊണ്ട് ഉണ്ണി പറയിപ്പിച്ചു, അങ്ങനെയായിരിക്കും. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഭയങ്കര ഇതൊരു കൈൻഡ് ഓഫ് എന്താ പറയാ അതിഭീകരമായിട്ടുള്ള പ്രൊമോഷൻ ടാക്ടിക്സിന്റെ ഒരു ഭാഗമാണ്. അതിലൂടെ എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലാവൂലേ വ്യൂവേഴ്സിന് എത്ര പറഞ്ഞാലും ബിവി എന്ന് ഇറങ്ങിയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, there is a certain PR team, സിനിമ PR team. നീ പകപോക്കാണല്ലേടാ. 3.5 കൊല്ലത്തിനിടയിൽ ഇനി കേൾക്കാത്ത തന്തയ്ക്ക് വിളി തള്ളയ്ക്ക് വിളിയില്ല. അന്തസ് വേണോടാ, അന്തസ്. ബട്ട് ഒരു കൺവീനിയൻസ് ആണ്. ഇപ്പോൾ എനിക്ക് ഞാൻ ഇത്രയും കൂളായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരുത്തൻ എന്ന രീതിയിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. എൻ്റെ തെറി കൊണ്ട് ഇയാളുടെ വീട്ടിൽ കുറച്ച് കൂടുതൽ അരി മേടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, അയാൾക്ക് ഭാര്യയും കുട്ടികളും വീട്ടുകാരും എല്ലാവരും ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും ഉണ്ണിമൂന്നിൻ്റെ തെറി കാരണം അരി മേടിച്ച് ഊണ് കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി അബൌട്ട്. മനസ്സിലാക്കുന്നത് എങ്ങനെ അയാൾക്ക് ഇത്രയും തെറി കേട്ടോണ്ടിരിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയ പുള്ളിയുടെ ഒരു മൊത്തത്തിലൊരു സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ ഈ കൈൻഡ് ഓഫ് എന്താ പറയാ, അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. നീ ഊഞ്ഞാലിരുന്നോ, ആട്ടല്ല നീ. എടുക്കുന്ന ഒരു നടൻ അല്ലെങ്കിൽ എവിടുന്നോ കിടക്കുന്ന PR കുറച്ച് കാശ് കൊടുക്കുമ്പോഴത്തേക്ക് ഓടിപ്പോയിട്ട് വേറൊരാളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതാണ് നിങ്ങളുടെ ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ യു കീപ് ഓൺ ഡൂയിങ് ദാറ്റ്. കാരണം കാശ് കൊടുക്കാതെ തന്നെ എനിക്ക് മെച്ചമുണ്ട്. കാരണം എന്നെ എപ്പോഴും എയറിൽ നിർത്തുന്നത് കൊണ്ട് PR ടീംസ് ആ സാധനം ഇങ്ങനെ ഇരിക്കും. ഇവിടെ ആ സീക്രട്ട് ഏജന്റ് എന്നുള്ള പേര് ഇങ്ങനെ ഇരിക്കും, ആ ഫേസ് പോലെ ഇരിക്കും. സോ താങ്ക്സ് ഫോർ ഗിവിംഗ്. ഞാൻ പോകുന്നു. ബൈ ബൈ.